നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണം സീരീസിലെ അവസാനത്തെ വീഡിയോ ആണ്. അതായത് അവസാനത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ ഹെയർ കെയർ സീരീസിലെ അവസാനത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ വീഡിയോ നമ്മൾ കഴിഞ്ഞു കേട്ടോ, നമ്മുടെ ഈ ഓണം സീരീസിൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം റിസൾട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം. അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവാനുള്ള പാക്കാ. നമ്മുടെ ഓണത്തിന്റെ അന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഓണത്തിന് നമ്മളിപ്പോൾ നമുക്കറിയാമല്ലോ സെലിബ്രേഷൻസ് എല്ലാവിടെയും ഉണ്ട്. ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫേസ് ഭയങ്കരമായിട്ട് ടാൻ അടിച്ച് ഒരു ഗ്ലോ ഒന്നും ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കാലത്തൊക്കെ ഈ ഒന്ന് ഒരുങ്ങണേ മുന്നേ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ അതെല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമായിരിക്കും. അതായത് നമുക്ക് നമ്മുടെ മേക്കപ്പോ അല്ലെങ്കിൽ നമ്മളൊന്ന് പുറത്തേക്കൊന്ന് ഫംഗ്ഷന് സെലിബ്രേഷനൊക്കെ ഒന്ന് ഒരുങ്ങി പോകണമെങ്കിൽ അതിന് തൊട്ട് മുന്നേ അതായത് തലേദിവസം ഒന്നല്ല അതായത് നമ്മൾ ഒരുങ്ങണേക്കാൾ കുറച്ച് മുന്നേ ഒരു 10-20 മിനിറ്റ് മുന്നേ ഇട്ട് കൊടുത്തിട്ട് ഫേസും നമ്മൾ കുളിക്കണേ മുന്നേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കഴുകിയിട്ട് വന്നിട്ട് ഒന്ന് ഫേസ് ജസ്റ്റ് ടച്ചപ്പ് ചെയ്താൽ മാത്രം മതി. നല്ലൊരു ഗ്ലോയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് മേക്കപ്പ് ഇഷ്ടമില്ലാത്തവർക്കും ഇത് നന്നായിട്ട് വർക്കാവും. ഇത് അത്യാവശ്യം കുറച്ചു നേരം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതായത് നമുക്കൊരു ഫംഗ്ഷന് ഇപ്പൊ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ തന്നെ ആ ഫേസ് ഒന്ന് ഉദിച്ച് ബ്രൈറ്റ് ആയിട്ടൊക്കെ നിൽക്കും. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ട് ഉള്ളതാണ്. ഇതിന്റെ മറ്റു പല രീതിയിലുള്ള ടൈപ്പിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഒരുപാട് നല്ല റിസൾട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന്റെ ആ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും. അതായത് നമുക്ക് ഇൻസ്റ്റന്റ് ആണ് റിസൾട്ട്. അപ്പോൾ എന്തായാലും നോക്കിയാൽ അപ്പോൾ ഫംഗ്ഷന് പോണവരും സെലിബ്രേഷൻ ആഘോഷിക്കാൻ പോണവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നോക്കാം. ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യാനും ഈസി ആട്ടോ. റിസൾട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത് വന്നിട്ട് ഒരു ഹാഫ് ബീറ്റ്റൂട്ട് അല്ലെങ്കിൽ ഒരു ഫുൾ ബീറ്റ്റൂട്ട്, ഇപ്പൊ 2-3 പേര് ചെയ്യുകയാണെങ്കിൽ ഒരു ഫുൾ ബീറ്റ്റൂട്ട് എടുക്കാം. എന്നിട്ട് ഇതുപോലെ പീസ് ആക്കിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോ നമ്മൾ ചാനലിൽ കാണിക്കാത്ത ഒരു വേറൊരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യണത്. നല്ല റിസൾട്ട് ഉള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മുടെ റാഗിയുടെ പൗഡർ ഇതിന്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യുക. ഞാനിത് അരച്ചു കൊടുത്തിട്ട് റാഗിയുടെ പൗഡറൊക്കെ ആഡ് ചെയ്തിരുന്നു. അങ്ങനെ ആകുമ്പോഴേ നമ്മളിത് കുറുക്കിയെടുക്കുക ചെയ്യണത്, പിന്നെ വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ റാഗി പെട്ടെന്ന് കട്ട കുത്തിയിട്ട് ഭയങ്കര നമ്മൾ വിചാരിച്ച മധുര കൺസിസ്റ്റൻസി നമുക്ക് ഫേസിലിടാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്തപ്പോഴത്തെ നന്നായത്. അതായത് ബീട്രൂട്ടിലേക്ക് റാഗി പൗഡർ 2 നമ്മുടെ ആവശ്യത്തിന് ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക, നല്ല രീതിക്ക് തന്നെ അരച്ചെടുക്കുക. ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഇത് ബ്ലെൻഡായി നല്ലൊരു തിക്ക് മീൻസ് നമുക്കിങ്ങനെ ആ ഒരു കട്ടയൊന്നും കുത്താണ്ട് ഫൈനായിട്ട് കിട്ടും. അതാണ് കേട്ടോ, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം, തരിയൊന്നും ഇല്ലാണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലത്തെ അരച്ചത് മുഴുവൻ ഒരു പാത്രത്തിലേക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട്, പാനോ നമ്മുടെ അടി ഇത്തിരി കട്ടിയുള്ളതെന്ന് വെച്ചാൽ കുറുക്കാൻ പാകത്തിന് എടുക്കാൻ പറ്റണം, ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി നമ്മൾ അതിൽ ഉള്ളതൊക്കെ കൂടി വെള്ളത്തോട് കൂടി ഇങ്ങനെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതെ, ഇത്രയും ഈ ഒരു കൺസിസ്റ്റൻസി വേണം. നമ്മളിത് വേവിക്കാൻ പോവാണെങ്കിൽ, അതായത് കുറുക്കിയെടുക്കാൻ പോകും. അപ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട്. നമ്മൾ മുന്നേ റാഗിയുടെ ഫേഷ്യലൊക്കെ ചെയ്തിട്ടുണ്ട്, പാലിലൊക്കെ കുറുക്കിയിട്ട് സൂപ്പറായിരുന്നു. അത് കുറേ പേര് ആൾക്കാർ യൂസ് ചെയ്തിട്ട് ഒരുപാട് പേര് പിന്നെയും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ഒക്കെ അന്വേഷിച്ച് പിടിച്ച് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത്ര നല്ലതാ. അപ്പൊ ഈ റാഗി നല്ലതാട്ടോ, നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടും ആ ഒരു ബ്രൈറ്റനിങ്ങും ഗ്ലോയിങ്ങും ഒക്കെ കിട്ടും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. എല്ലാത്തിലും റാഗി ഇൻസ്റ്റന്റ് ആവില്ല, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ റാഗി ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കാണിക്കും. അപ്പൊ ഇതേ നമ്മൾ കുറുക്കി ഈ ഒരു പരുവത്തിലേക്ക് ആക്കി. ഇത് വല്ലാണ്ട് കട്ട കുത്തരുത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ, നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് റാഗിപ്പൊടി കൂടി അരയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുക. ഞാൻ മുന്നേ ചെയ്തപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ ബീറ്റ്റൂട്ട് അരച്ചു കൊടുന്നിട്ട് റാഗി പൗഡർ ഇട്ട് കുറുക്കിയപ്പോൾ ഉണ്ടല്ലോ, വല്ലാണ്ട് ഈ കൺസിസ്റ്റൻസി കിട്ടിയില്ല, കട്ട പിടിച്ചു പോയി. അതാണ് ഇങ്ങനെ ചെയ്യണത്. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ അതൊരു പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്ക് ആക്കി വെക്കാം. എന്നിട്ട് ചൂടാറുമ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ടാനൊക്കെ മാറാനായിട്ട് കയ്യിലും കാലിലും ഇപ്പൊ ബ്ലൗസ് ഒക്കെ ഇടുമ്പോൾ നമ്മുടെ പുറത്തൊക്കെ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ കഴുത്തിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ഇറക്കിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു അവിടെയൊക്കെ നമുക്കൊരു ഇൻസ്റ്റന്റ് ആണിത്. അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. പെർമനന്റ് ആണെങ്കിൽ നമുക്കിത് ഡെയിലി മീൻസ് നമുക്ക് ആഴ്ചയിൽ ഒരു 1-2 തവണയൊക്കെ യൂസ് ചെയ്യാനും പറ്റുന്ന പാക്കാട്ടോ. ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ടും കിട്ടും. അപ്പൊ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടണം എന്നാണല്ലോ, നമുക്ക് എല്ലാവർക്കും ഒരു ഫേഷ്യലൊക്കെ ചെയ്യണതിന്റെ ആ ഒരു ഇഫക്റ്റ് കിട്ടും. അപ്പോൾ ഇതാട്ടോ. അപ്പൊ ഇപ്പൊ നല്ല ചൂടുണ്ട്. അപ്പൊ ഞാൻ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി ഇത് ഫേസിൽ ഇട്ടിട്ടുള്ള ആ ഒരു ഇത് കാണിച്ചു തരാം. അതായത് ഫേസിൽ എങ്ങനെയാണ് ഇടേണ്ടത്, എത്ര നേരം വെക്കുന്നുണ്ട്, എത്രയ്ക്ക് ഇടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ.
അപ്പോൾ ദേ ഇതാണ് നമ്മുടെ പാക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പം ഞാൻ അമ്മൂന് സെലിബ്രേഷൻ ഉണ്ട്, അപ്പം ഞാൻ അവൾക്കും കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ പിന്നെ പുറത്തേക്ക് അങ്ങനെ പോകണില്ലല്ലോ. അമ്മൂനാണ് 1-2 സ്ഥലത്ത് ട്യൂഷനും അതുപോലെ സ്കൂളിലൊക്കെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾക്ക് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ ഓർത്തിട്ടും കൂടിയിട്ടാണ് ഇത്രയും ചെയ്തത്. നിങ്ങൾക്ക് ഇത്ര ഇതിൻ്റെ ആവശ്യമില്ല, ഒരാൾ ചെയ്യണമെങ്കിൽ ഇത്രയൊന്നും വേണ്ട കേട്ടോ. അപ്പം നമ്മൾ ഫേസ് ഒന്ന് നനച്ചിട്ട്, അതായത് നനയ്ക്കുക മീൻസ് ഫേസിൽ എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ, ഇപ്പോൾ കാലത്ത് എനിക്ക് വരാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യാം, എന്നിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ചൂടൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇട്ട് കൊടുക്കാം. നല്ല കട്ടിക്ക് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് കട്ടിക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് അത് നമ്മുടെ ഫേസിൽ ഇരുന്ന് കുറച്ച് നേരം ഒരു 20-25 മിനിറ്റിനൊക്കെ കൂടുതൽ വെച്ച് അങ്ങനെ ഞാൻ ഇട്ടത്. എനിക്ക് അങ്ങനെയാണ് നല്ല റിസൾട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇൻസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഇട്ട് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ റിസൾട്ട് കാണണം. അതായത് റിസൾട്ട് മീൻസ് വല്ലാണ്ട് വെളുത്ത് പാറാന്നല്ല കേട്ടോ. നമുക്ക് ആ ഒരു ടാൻ മാറുക, അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ഗ്ലോ വരിക, അതൊക്കെയാണ്. നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരു ഫേഷ്യലൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് ഗുണമാണ് കാണാം. ആ ഒരു ഇഫക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്കാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിലും കൂടി ഇടണം. ഞാനിപ്പോൾ എൻ്റെ ടീഷർട്ട് മോശമാണോണ്ട് ഞാൻ നെക്കിൽ ഇടുന്നില്ല. പിന്നത്തെ കാര്യം, നിങ്ങൾക്ക് ഇതിലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തൈര് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് സ്യൂട്ടാണെങ്കിൽ ഇത് കുറുക്കി മിക്സ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് തൈരും കൂടി ഇട്ട് കഴിഞ്ഞാൽ പൊളിയായിരിക്കും. ഞാനിപ്പോൾ തൈര് ഇടാത്തത്, തൈര് ഇടാണ്ട് തന്നെ നമുക്ക് ആ റിസൾട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ലല്ലോ, ചിലർക്ക് സ്യൂട്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ തൈര് ഇടാണ്ട് റിസൾട്ട് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് കട്ടിക്കിട്ട് കൊടുക്കണം. ഇങ്ങനെ അധികം ഇങ്ങനെ ലൈറ്റായിട്ടല്ല, ഇത്തിരി കട്ടിക്കിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് തോന്നും അതിൻ്റെ ഉള്ളിലത്തെ ഒരു വശം, അതായത് ഒരു 20-25 മിനിറ്റ് ഉണങ്ങാൻ വേണ്ടി അത്യാവശ്യം ജസ്റ്റ് ഒന്ന് വലിയുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ല കുറച്ച് കട്ടിക്കിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തായാലും അപ്പം നമ്മളിതേ നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 25 മിനിറ്റിനൊക്കെ കൂടുതൽ വെച്ചിട്ടുണ്ട്. കാരണം കുറച്ചൊന്ന് കട്ടിക്കായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉള്ളിലൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പുറത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് ഇൻസ്റ്റൻ്റ് ആണ് റിസൾട്ട്. നമുക്ക് ഏകദേശം ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലോങ് ലാസ്റ്റ്, നമുക്ക് ഒരു ദിവസമൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യണ ഒരു പാക്കാട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഒരിക്കലും വന്നിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഞാനൊരു വീഡിയോയിൽ ഞാൻ പറയാറില്ല. പക്ഷെ അത് ആർക്കും മനസ്സിലാവില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മതി. ഞാൻ ഒരു മാജിക്ക് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് എൻ്റെ നെക്ക്, എൻ്റെ കൈ, ഇത് തൊട്ട് മുകളിൽ കണ്ണ്, എല്ലാവിടെയും ചെവി ഒക്കെ എനിക്ക് കളറ് നമ്മൾ ഈ പാക്കിട്ട ഭാഗത്തുണ്ട്. കണ്ടോ? പക്ഷേ പലർക്കത് എന്താ പറയുക, ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. നമ്മൾ സ്കിൻ കെയർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഹോം റെമഡീസ് ഒക്കെ നമ്മൾ പറയുമ്പോൾ എന്തൊരു പുച്ഛം മാതിരിയാണ് പലരും കാണുന്നത്. അത് ചിലപ്പോൾ ചിലരുടെ ഇതായിരിക്കാം, ചിലർക്ക് അതൊരു രസമായിരിക്കാം, ചിലർക്ക് അതിനൊരു വിശ്വാസം ഇല്ലാണ്ടായിരിക്കും. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. എനിക്കെന്തായാലും നല്ല വിശ്വാസമാണ്. എനിക്കത് നല്ല വർക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി എന്തായാലും നമുക്ക് നമ്മൾ റിമൂവ് ചെയ്യാം, എന്നിട്ട് നോക്കാമല്ലോ. നോക്കിയേ, നമ്മൾ ഇട്ട ഭാഗത്തുള്ളോട്ടാ. അതെ, ഇവിടെ നമ്മൾ ഇട്ടിട്ടില്ല ഇത്രയും പോർഷനിൽ, അതുകൊണ്ട് തന്നെ അവിടെ ഇല്ല. അതുപോലെ തന്നെ ചെവിയുടെ അവിടെ ഇത്രയ്ക്ക് വ്യത്യാസമില്ല. ഇത് കണ്ട, എന്താ
അപ്പോൾ ഈ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുഖമൊക്കെ കഴുകി നമുക്ക് കുളിച്ച് വന്നിട്ട് നേരെ ഒരു പൊട്ട് വെച്ചൊരു കുറുതൊട്ടൊരു കണ്ണെഴുതി വേണമെങ്കിൽ ലിപ് ടിൻറ്റോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കോ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് അങ്ങനെയാണ് പോവാം. ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. അപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഫേസ് നല്ല രീതിക്ക് തന്നെ ഗ്ലോയും ഒക്കെ നല്ലൊരു എന്താ പറയുക രസമായിട്ടിരിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലർ ഈ ബ്ലൗസൊക്കെ നല്ല ഡിസൈനർ ബ്ലൗസൊക്കെ ഇടുമ്പോൾ ബാക്കൊക്കെ ഒന്ന് നമ്മളങ്ങനെ എന്താ പറയുക കുറച്ചൊന്ന് കരിവാളിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ അങ്ങനെ ഇപ്പോൾ കയ്യിൻ്റെ ഇവിടെ അങ്ങനെയൊക്കെ പറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് ആ ഒരു ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ആ ഒരു ടോണ്ടാവും സ്കിന്ന്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ സീരീസ്, ഓണം സ്കിൻ കെയർ സീരീസ് നമ്മളിവിടെ കഴിയാണ്. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഫേസ് പാക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും വിശേഷം ഇപ്പോൾ വരുന്നത് ഓണമാണ്, അപ്പോൾ ഓണത്തിനോ അല്ലെങ്കിൽ സെലിബ്രേഷനൊക്കെ പോകണേ മുന്നൊക്കെ ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ പോലെ എല്ലാവർക്കും റിസൾട്ട് വരുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, കാരണം എല്ലാ സ്കിന്നിലും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നന്നായി വർക്ക് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് വീണ്ടും ഷെയർ ചെയ്തത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് നേരമൊക്കെ ഇത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ മസ്റ്റായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം, സൺസ്ക്രീൻ പുറത്തേക്ക് പോകുമ്പോൾ ഇടുക, അതൊക്കെ ചെയ്യണം കേട്ടോ. ഇത് മാത്രം ചെയ്തത് കൊണ്ട് അങ്ങനെ വിചാരിച്ച് പോകരുത്. നമ്മുടെ സ്കിൻ കെയർ കംപ്ലീറ്റ് നമ്മൾ മോർണിംഗ് അല്ലെങ്കിൽ ആ സ്കിൻ കെയർ എന്തായാലും ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.